ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിന്ന് ഈ വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് റെഡിയാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഏറ്റവും ആദ്യം നമുക്കൊരു പ്രഷർ കുക്കറിനകത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് 1 പോട്ട് റെസിപ്പി ചെയ്ത് ഇപ്പോൾ ഏറ്റവും ആദ്യം പ്രഷർ കുക്കർ എടുക്കും. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി 2 ഏലയ്ക്ക, ഒരു കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവൊക്കെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള നീളനെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് 2 ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ ബീൻസ് ആണെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനാണെങ്കിൽ അരമുറി തേങ്ങ എടുത്തിട്ട് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം, ഗ്രേവി ഇച്ചിരി തിക്കായിട്ട് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ആദ്യം ബാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലില്ലേ അതും കൂടെ മുഴുവനായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ, അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നി, അപ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടാലോ. പാലപ്പത്തിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ പാലപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ കിട്ടും നമുക്ക് കേട്ടോ, സോഫ്റ്റായിട്ടും. പിന്നെ അരിവൊക്കെ നല്ല ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ, നല്ല മുരിഞ്ഞ് ആവുമ്പോൾ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാലപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റൂവും നമുക്ക് വെജിറ്റബിൾ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.